ഹായ് ഫ്രണ്ട്സ്, അഞ്ജലി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഫ്രഞ്ച് ഫ്രൈസ്. വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ പുറത്തൊക്കെ മുമ്പ് കഴിക്കാറില്ലേ, സംഭവം അതന്നെ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്തോളൂ കേട്ടോ. അതെന്തിനാണെന്നറിയോ, ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ അപ്പോൾ തന്നെ കാണാനും പറ്റും. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, 4 പൊട്ടറ്റോ. അപ്പോൾ ചെറുതെടുത്തുകൂടെ ചോദിക്കും. ചെറുതെടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞി കുഞ്ഞി ഫ്രഞ്ച് ഫ്രൈസൊക്കെ കിട്ടുക. നമുക്ക് വലിയ വലിയ ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ ഇങ്ങനെ വലിയ പൊട്ടറ്റോ എടുക്കാൻ നോക്കുക കേട്ടോ. ചെറുതെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് എല്ലാ സൈഡുകളും കട്ട് ചെയ്ത് മാറ്റണം. അതായത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ സ്റ്റിക്ക് പോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ അറ്റങ്ങളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈഡ് വൈസ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യാം. അതായത് ഒരു 1/2 ഇഞ്ച് കനത്തിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല സ്റ്റിക്കായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാ അറ്റങ്ങളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഷേപ്പ് കിട്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് ഈ 1/2 ഇഞ്ച് കനത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. നേരെ നേരെ എല്ലാ ഉരുളക്കിഴങ്ങുകളും ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് എന്തിനാ, അതിൻ്റെ കളർ ചേഞ്ച് ആവാണ്ടിരിക്കാനും പിന്നെ അതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടല്ലോ അത് പോകാനും നമുക്ക് ഈ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഉപകാരമാവും കേട്ടോ. ഇനി എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ എടുത്തിട്ട് കാണിച്ചു തരികയാണ്. ഇതുപോലെ 1/2 ഇഞ്ച് കനത്തിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിക്ക് പോലെ എടുക്കാൻ നോക്കുക കേട്ടോ. അധികം കട്ടി വേണ്ട. എല്ലാ പൊട്ടറ്റോസും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർച്ചൊക്കെ കളയണം, എന്നാലാണ് അത് കറക്റ്റ് ഫ്രൈ ആയി കിട്ടുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് പൊട്ടറ്റോസ് ഉണ്ടല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. അതായത് നമ്മളുടെ ഈ പൊട്ടറ്റോസ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നന്നായിട്ട് വേവണ്ട കേട്ടോ. നമ്മൾ കറിയിലേക്കൊക്കെ എടുക്കുന്ന പോലെ വേവിച്ചെടുക്കൊന്നും വേണ്ട. ഒന്ന് വെന്തൊന്ന് ഇതാക്കിയാൽ മതി. ഒരു 80% കുക്കായാൽ മതി. പിന്നെ നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം കുക്കാക്കി എടുക്കണ്ട. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത്, വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരുമിച്ചിട്ട് കൊടുത്തോളൂ. ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഒരു വേവ് നമുക്ക് കിട്ടുള്ളൂ. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ വേവ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ടും കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇനി അടച്ച് വയ്ക്കുക 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതാ ഓപ്പൺ ചെയ്യാണ് ഞാൻ. കണ്ടില്ലേ, നന്നായിട്ട് അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. കറക്റ്റ് വേവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസിനെ മാറ്റിയെടുക്കാം. ഇത് ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ഊറ്റി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒറ്റയടിക്ക് അങ്ങോട്ട് എടുക്കണില്ല, കാരണം പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ വെള്ളം ഊറ്റിയെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് കമൻറ്റായിട്ട് അറിയിക്കണേ. ഇനി നമുക്ക് ഇത് ഒന്ന് ഫാനിൻ്റെ ചോട്ടിലോ ഒരു 1/2 മണിക്കൂർ പുറത്ത് വെച്ചാലും നന്നായിട്ടൊന്ന് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ വെക്കണം കേട്ടോ കുറച്ച് നേരം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫാനിൻ്റെ അടിയിൽ വെച്ച് ഞാനൊരു 10 മിനിറ്റോളം ഉണക്കിയെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടവൽ വെച്ചിട്ട് ഒപ്പിയെടുക്കുകയും ഈ വെള്ളം അടിയിലിങ്ങനെ ഊർന്നിട്ടുണ്ട്. കുറച്ചിങ്ങനെ ഊറ്റിയെടുത്താൽ അതിൻ്റെ അടിയിലൊന്ന് വെള്ളം ഊർന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത് ഒരു ടവൽ വെച്ചിട്ട് ഒപ്പിയെടുക്കുക, അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിൽ വയ്ക്കുക, കുറച്ച് നേരം പുറത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഡ്രൈ ആയി കിട്ടും. അത്രേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ 10 മിനിറ്റോളാണ് ഫാനിൻ്റെ അടിയിൽ വെച്ചത്. അപ്പോൾ ഒരു വിധമൊക്കെ വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഇതേപോലൊരു കവറിലോ സിപ്ലോ കവറോ ഇല്ലെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ അടച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഫുൾ ഇടുകയാണ്. ശരിക്കും ഞാനിത് ഒരു 4 ദിവസമൊക്കെ എടുത്ത് വെക്കും. എന്നിട്ട് ആവശ്യാനുസരണം അത് ഫ്രീസറിന് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. നിങ്ങളും അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയാണ് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കേണ്ടത്. സിപ്ലോ കവറൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ കയറ്റി വെച്ചോളൂ. പിന്നെ അതുപോലെ ബോക്സിലൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് അടച്ചു വെക്കാമല്ലോ. ഇത് കവറായ കാരണമാണ് ഇങ്ങനെ പറയുന്നത്. ശരിക്കും നമ്മൾ ഫ്രീസറിൽ ഒരു 4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. പക്ഷെ ഞാനിത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്, വൈകുന്നേരം ചായക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി കുറച്ച് നേരം പുറത്ത് വെച്ച് വെച്ചെങ്കിൽ നമുക്കിത് കൈകൊണ്ട് അടർത്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ നല്ല തിളച്ച ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് കുറച്ച് നേരം പുറത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം.
ഇനി ഫ്രൈ ചെയ്യാൻ പോവാണ്. കുറച്ച് നേരം പുറത്തൊക്കെ വെച്ചു. ഇതേപോലെ കടകട്ടയായിട്ട് എടുത്താലും മതി. അത് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അത് ഉലർന്ന് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള ഓയിലിലേക്ക് മുക്കി പൊരിക്കണ പോലെ തന്നെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഓയിൽ വേണം, എന്നാലാണ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കി പകുതി എടുത്തു വെച്ചു. ഇനി നമുക്ക് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളതിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. സെയിം അതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റാക്കി റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് പാകം എങ്ങനെയാണെന്നറിയോ? ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തി വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതായപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അതായത് ഓയിലിൽ നിന്ന് നമുക്ക് ഇത് മാറ്റാം. ഇതിങ്ങനെ മുകളിൽ പൊന്തി വന്നത് കണ്ടില്ലേ? അതാണ് കറക്റ്റ് പാകം കേട്ടോ. അല്ലാതെ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇങ്ങനെ തണുത്ത പോലെ കിട്ടും. അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരിക്കലും. നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുക്കുക, കുറച്ച് നേരം പുറത്ത് വയ്ക്കുക, ആവശ്യാനുസരണം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ വിതറി കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് കൂടെ വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പതിവ് പോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, പഴയ കൂട്ടുകാർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോട്ടെ. ടാറ്റാ. താങ്ക്